ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ രജീഷ് നമ്മളെ സുഹൃത്തിന്റെ ഒരു പാർട്ടിയാണ് ഞങ്ങളെ ടീം എല്ലാവർക്കും കൂടി. എന്താ സംഭവം എന്നറിയാം, ഒമാനില് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, ഫസ്റ്റ് ടെസ്റ്റിന് പാസ്സായി. അപ്പോൾ അവന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ത് ചെയ്യും, എങ്ങനെ ലൈസൻസ് എടുക്കാം, എത്ര പൈസ ആയി, ഏതൊക്കെ രീതിയിൽ പോകാം, അങ്ങനെ അതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവന്റെ കൂടെ കൂടിയിട്ടുള്ളത്. രജീഷ നോക്കിയാലോ? രജീഷ, നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. നിനക്ക് എത്ര പൈസ ആയി, അതേപോലെ എത്ര ദിവസം എടുത്തു, നീ എങ്ങനെയാണ് ടെസ്റ്റിന് പോയത്? ഡെയിലി റെന്റിന് പോയതാണോ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിന് പോയതാണോ? ഞാൻ പോയത് ഡെയിലി റെന്റിനാണ്. അപ്പോ എനിക്ക് അതില് എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു 150 റിയാലിന് താഴെ മാത്രമാണ് എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുള്ളത്. ലൈസൻസ് കയ്യിൽ കിട്ടുന്നത് വരെയില്ല. എന്റെ ടോട്ടൽ മെഡിക്കല്, അതുപോലെ ബുക്ക് എടുക്കുക, പിന്നെ അതുപോലെ ലൈസൻസ് എടുത്തതിന് ശേഷം കാർഡ് അപ്ലൈ ചെയ്യുക, അതെല്ലാം കൂടി എനിക്ക് ഒരു 150 റിയാലിന് താഴെ മാത്രമാണ് ടോട്ടൽ ചെലവായിട്ടുള്ളത്. പിന്നെ അതിന് ഞാനൊരു 2 to 3 വീക്സിന്റെ ബിറ്റ്വീനിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ബുക്ക് എടുക്കാൻ എത്ര പൈസ, എങ്ങനെ ബുക്ക് എടുത്തത് ROPയുടെ ആപ്ലിക്കേഷൻ വഴി. ബുക്ക് എടുക്കാൻ എനിക്ക് 6 റിയാലും പിന്നെ മെഡിക്കൽ ഒരു 3 റിയാലും ഫസ്റ്റ് ചെലവായിട്ട്. ടെസ്റ്റ് ഒക്കെ എടുത്തു, മെഡിക്കൽ ഐ ടെസ്റ്റ് ആദ്യം പോയി ടെസ്റ്റ് എടുത്തു, അതിനുശേഷം ROPയുടെ ആപ്ലിക്കേഷൻ എടുത്തു. പിന്നെ ഡെയിലി റെന്റിന് ഒരു ദിവസം എത്ര കൊടുത്ത്? ഡെയിലി റെന്റിന് ഞാൻ 5 റിയാൽ 5 റിയാൽ. അപ്പൊ എങ്ങനെ വണ്ടി ഫസ്റ്റ് എന്താ ട്രെയിനിങ് ഒക്കെ നോക്കിയതപ്പോ? ഫസ്റ്റ് ഡേ ജസ്റ്റ് നമ്മളെ ഡ്രൈവിംഗ് ടീച്ചർ നമ്മൾ ജസ്റ്റ് വണ്ടി നമുക്ക് അറിയോ, എന്താണ് നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും അറിയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു. അത് മാത്രമേ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. ഓക്കെ. പിന്നെ അതേപോലെ എനിക്ക് ഏകദേശം ഇപ്പോ എത്ര റോഡ് ടെസ്റ്റ് പോയിട്ടാണ് ഡ്രമ്മും സ്ലോപ്പിനൊക്കെ ടെസ്റ്റിന് പോയി തുടങ്ങിയത്? ഞാൻ ഡ്രമ്മും സ്ലോപ്പും ഏകദേശം 4 ടെസ്റ്റ്. ഞാൻ ആദ്യം ഡ്രമ്മും സ്ലോപ്പ് പോയി. ഫസ്റ്റ് ഡ്രമ്മും സ്ലോപ്പാണ്. അപ്പൊ അതിന് 4 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് ടെസ്റ്റിന് ഒരു 3 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ. പിന്നെ അതേപോലെ ഡ്രമ്മ് സ്ലോപ്പിന് ടെസ്റ്റിന് പോകുമ്പോ എന്താ ടെസ്റ്റ് ഉണ്ടായിരുന്നു? അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഡ്രമ്മ് സ്ലോപ്പിന് അന്ന് ടെസ്റ്റിന് പോയില്ലേ? അപ്പൊ അവിടെ എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നത്? അവിടെ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ലേണേഴ്സ് സിഗ്നൽ ടെസ്റ്റ്. അതെങ്ങനെ 15 ക്വസ്റ്റ്യൻസിന്റെ ഒരു സിഗ്നൽ ടെസ്റ്റ് ആണ് നമുക്ക് ഉള്ളത് ഫസ്റ്റ്. അതിനൊരു 10 മിനിറ്റ്സ് നമുക്ക് ടൈം ഉണ്ട്, അലൗഡ് ടൈം ഇല്ല. 15 മിനിറ്റ്സിൽ 10 മിനിറ്റ്സ് ആണ് നമുക്ക് അലൗഡ് ടൈം. അപ്പൊ അതില് ഞാൻ ഒരു 3 to 4 മിനിറ്റ്സിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡ്രം ആൻഡ് സ്ലോപ്പിന്റെ ടെസ്റ്റിന് പോകും. അപ്പൊ നമ്മളതില് അത്യാവശ്യം തിരക്കുണ്ടോ, നമ്മൾ ലൈനിൽ നിന്നിട്ട് അതിനുശേഷം നമ്മൾ ക്യൂവിൽ കയറി നമ്മളെ ടേൺ ആവുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് അതുപോലെ തിരിച്ച് ബാക്ക്, അത് ഓക്കെ ആണെങ്കിൽ എവിടെയും തട്ടാതെ മുട്ടാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് അത് പാസ് ആണെങ്കിൽ നമുക്ക് സ്ലോപ്പ്. ഇപ്പൊ ഈ ഡ്രമ്മും സ്ലോപ്പ് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു ഉപദേശം പറഞ്ഞതാ. ഉപദേശം എന്ന് പറയുന്നത്, ഞാൻ മുന്നേ നാട്ടില് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്തും ഇതുപോലെ എന്താണോ ഡ്രൈവിംഗ് ടീച്ചർ നമുക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ട്, അത് എടുക്കാൻ ഈസി ഉണ്ട്. അതേ ടെക്നിക്ക് ഇവർ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്ക് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഡ്രമ്മും സ്ലോപ്പും കഴിഞ്ഞിട്ട് എത്ര ദിവസം റോഡ് ടെസ്റ്റ് പോയിട്ടാണ് പിന്നെ വീണ്ടും ടെസ്റ്റ് വന്നത്? അതില് ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മള് ഐ ടെസ്റ്റ് കഴിഞ്ഞ് ബുക്ക് എടുത്തതിന് ശേഷം നമുക്കൊരു 10 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡ്രം ആൻഡ് സ്ലോപ്പ് നമുക്ക് ടെസ്റ്റിന് പോകാൻ പാടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഒരു മിനിമം 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റോഡ് ടെസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതില് ഡ്രമ്മ് ഉദാഹരണത്തിന് എത്ര പൈസ എനിക്ക് റോഡ് ടെസ്റ്റിന് വന്നു? റോഡ് ടെസ്റ്റിനും ഡ്രമ്മിനും സെയിം 35 റിയാൽ. അപ്പൊ നീ ഫസ്റ്റ് ഒരു ഏകദേശം ഒരു 10 ഡേയ്സ് പോയി, അതിനുശേഷം ഡ്രമ്മ് സ്ലോപ്പ് പോയി. 10 ഡേയ്സ് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല, 5 ഡേയ്സ് ഞാൻ പോയി. പിന്നെ ഈ റോഡ് ടെസ്റ്റിന്റെ സമയത്ത് എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഒക്കെ? റോഡ് ടെസ്റ്റിന്റെ സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാട്ടിലെ ഓടിച്ചൊരു ഇതിലുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മള് റോഡിന്റെ റൈറ്റ് ലെഫ്റ്റ് അതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നാട്ടിൽ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഓക്കെ. പിന്നെ അതേപോലെ ടോട്ടൽ എനിക്ക് എത്ര പൈസ വന്നത്? ടോട്ടൽ എനിക്ക് എല്ലാം കൂടി മീൻസ് ഐ ടെസ്റ്റ്, ബുക്ക്, അതുപോലെ റോഡ് ടെസ്റ്റിന്റെ പൈസ, ഡ്രം ആൻഡ് സ്ലോപ്പിന്റെ പൈസ, പിന്നെ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാർഡ് എടുക്കുന്നത് എല്ലാം കൂടി എനിക്ക് ഒരു 150 റിയാലിന് ബിലോ താഴെ മാത്രമേ ആയിരുന്നു. ഓട്ടോമാറ്റിക്. അപ്പോ ഇതാണ് നമ്മളെ രജിസ്റ്ററിന്റെ എക്സ്പീരിയൻസ്. ഇനി എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ ബുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിന് എങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ, പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഷിഹാബ് കോട്ടക്കലിന് അടിച്ചിട്ട് ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് അടിച്ചിട്ട് ഞങ്ങൾക്ക് ടീച്ചർ വീഡിയോസ് കിട്ടും നേരത്തെ. അപ്പോൾ ബൈ.